എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദന്റെ അരിയിലേക്ക് ഗീതു വരുവാണ്. ഗീതു വരണ സമയത്ത് ഗോവിന്ദ് ഭയങ്കര ആലോചനയില്ല. ഗീതു പെട്ടെന്ന് ചോദിച്ചു, എന്താ കണ്ണേട്ടാ ഇത്ര വലിയ ആലോചന എന്താന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ അജാസിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ആ അനാർക്കലി എവിടെ താമസിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവരെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറയാം. എന്താ കണ്ണേട്ടാ ഇത്, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നാളെ ഗോവിന്ദേന്റെ അച്ഛന്റെ ശ്രാദ്ധവിളി ചടങ്ങല്ലേ, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിക്കുക. പിന്നെ രഞ്ജുവിന്റെ കർണത്തടിച്ചവളാ അനാർക്കലി, അപ്പൊ അവളെ വെറുതെ വിടാൻ പാടുണ്ടോന്ന് ചോദിക്കാം. എനിക്കറിയാം ഗോവിന്ദന്റെ മനോവിഷമം എന്താന്ന്, പക്ഷെ ഈ സമയത്ത് നമ്മൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട്, അച്ഛന്റെ ശ്രാദ്ധത്തിന് മുമ്പായിട്ട് ഇങ്ങനത്തെ പ്രവർത്തികളും ചെയ്തിട്ട് ഒരിക്കലും പാടില്ല. നന്നായിട്ട് നോയമ്പൊക്കെ നോറ്റിട്ട് വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിലും ഒരു കുഴപ്പമില്ല. കണ്ണേട്ടൻ ഒരു കാര്യം ചെയ്യും, ബാ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് ഉപ്പോ എന്തൊരു നേരം എടുക്കണ്ടല്ലേ, വന്ന് അത് കഴിക്കാൻ പറയാണ്. അല്ല നീ വരുന്നില്ലേ, ഞാൻ വന്നോളാം, കണ്ണേട്ടൻ പോയിക്കോളാൻ പറയാണ്. അങ്ങനെ ഗോവിന്ദനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഗീതു വിജയലക്ഷ്മിനെ വിളിക്കുകയാണ്. ഈ സമയം വിജയലക്ഷ്മി സത്യദാസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗീതുവിന്റെ കോള് വരുന്നത്. വിജയലക്ഷ്മിക്ക് ആ പാടിന് ഞെട്ടല. ഗീതു വിളിക്കുമ്പോഴാണെങ്കിലും എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടാ വിജയലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നീട് ചോദിച്ചു, എന്താ മോളെ എന്താ വിളിച്ചതെന്ന് ചോദിക്കാം. അല്ല അമ്മ അവിടെ എന്തെടുക്കുമായിരുന്നു ചോദിക്കുക. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ആ അനാർക്കലിയുടെ മോളെ കുറിച്ച്. അപ്പൊ അനാർക്കലിക്ക് മോളാ നമുക്ക് അറിയാമായിരുന്നല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഓ അമ്മയുമായിട്ട് ചെറുപ്പത്തിലെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അപ്പൊ അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ വിജയലക്ഷ്മിക്ക് മനസ്സിലായി ഇവള് ഭയങ്കര ബുദ്ധിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് ഓരോ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവള് തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന്. പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഞാൻ അവളുടെ ചെറുപ്പത്തിൽ അവളോടൊപ്പം കണ്ടിട്ടുണ്ട്, പിന്നെ ഒത്തിരി നാളായില്ലേ അവള് കണ്ടിട്ടേ ഇല്ല. അതിന് മുമ്പെങ്ങാണ്ട് ആ കുഞ്ഞിനെ പിന്നെ കാണാതെ പോയതാ. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരം അറിയത്തില്ല ഇപ്പൊ എന്താന്നൊക്കെ ഉള്ളേ. പക്ഷെങ്കില് കണ്ണ് അവളെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് നടന്നു കഴിയുമ്പോ ഒരു വിഷമം, അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുക. അല്ല അമ്മയ്ക്ക് നാളെ എന്താ പരിപാടി എന്ന് ചോദിക്കുക. എന്താ മോളെ, അത് പിന്നെ ഒരു കാര്യമുണ്ട്. നാളെ എന്താ, നാളെ മാധവേട്ടന്റെ ശ്രാദ്ധമല്ലേ, അതിന് ക്ഷേത്രത്തിൽ പോയി, നാരായണ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, അത്ര മാത്രം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ, ഞങ്ങള് നമ്മുടെ റിസോർട്ടിന്റെ ആ പുറവശത്തെ കടൽപ്പുറത്ത് വരുന്നുണ്ട്, അവിടെ ഒന്ന് ബലിയിടാനായിട്ട് ഗോവിന്ദേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ സമയത്ത് അമ്മയും കൂടെ പോരാൻ പറയണം. ഞാനോ ഞാൻ വന്നിട്ടുണ്ടെ അവന് ഇഷ്ടപ്പെടുവോ? പിന്നെ അത് മതി അതിന്റെ പേരിലൊരു പ്രശ്നം, വെറുതെ എന്തിനാ മോളേന്ന് ചോദിക്കുക. അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ, അമ്മ വരണോന്ന് പറയണം. അമ്മ വന്നാൽ എന്താ കുഴപ്പമിരിക്കണേ? അത് പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. പിന്നെന്താ കുഴപ്പം? ഞാൻ വന്നാൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടില്ലായിരിക്കും, വെറുതെ എന്തിനാ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിനേക്കാളും ഭേദം വരാതിരിക്കുന്നതല്ലേ നല്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയാണ്. പിന്നീട് അന്ന് രാത്രിയെ കഴിഞ്ഞ സമയത്ത് രാധികമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിന് സമയത്ത് രാധികമ്മ ഉറക്കത്തിൽ സ്വപ്നം കാണുവാണ്. ഗോ തന്നെ ഭദ്രൻ തന്നെ കഴുത്തിന് പിടിച്ച് കൊല്ലാനായിട്ട് വരുന്നത്. രാധികമ്മ കിടന്ന് അലറുവാണ്, അയ്യോ എന്നെ കൊല്ലല്ലേ ഭദ്ര, എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഭദ്രൻ പറഞ്ഞു, നീ എന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലല്ലേ, എന്നിട്ട് ഇപ്പൊ നീ സുന്ദരമായിട്ട് ജീവിക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ പറയണം. എന്നെ ഉപദ്രവിക്കില്ലെന്നും പറഞ്ഞ് ഭദ്രൻ കിടന്ന് രാധികമ്മ വന്ന് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഭദ്രൻ വിട്ടില്ല. പെട്ടെന്ന് തന്നെ രാധികമ്മ ഞെട്ടി കണ്ണു തുറന്ന് അലറി വിളിക്കുകയാണ്. പിന്നീട് ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോ അത് മനസ്സിലായി തന്റെ സ്വപ്നമായിരുന്നു. ആ സമയത്ത് വരുണിനെ നോക്കി, വരുൺ കട്ടിലേ ഇല്ല. ഇവനിത് എവിടെ എഴുന്നേറ്റ് പോയി? അത് ഈ സമയത്ത് രാധികാമ്മയ്ക്ക് ആ ടെൻഷനായി. വരുൺ എന്ന് കിടന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും വരുൺ എങ്ങോട്ടേക്ക് വന്നു. വരുണിനെ കണ്ടിപ്പോ ആ ഇരുട്ടത്തെ രൂപം വരുന്ന വരെ രാധികാമ്മയ്ക്ക് തോന്നിയത്. രാധികാമ്മ ഒന്നുകൂടെ കിടന്ന് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താമ്മ എന്താ കാര്യം, അമ്മ എന്തിനാ അലറി വിളിക്കണമെന്ന് ചോദിക്കും. ദേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ നിന്നെ കണ്ടില്ല, കാണാതെ വന്നപ്പോ എനിക്ക് ആകെപ്പാ ടെൻഷനായെന്ന് പറയാം. ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയുടെ ഈ ഒടുക്കത്തെ ഒരു സ്വപ്നവും കാര്യങ്ങളും ഒക്കെ മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ലേ? ഉണ്ടുറങ്ങി ഇവിടെ കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഗീതു എന്ന് പറയുന്നവളെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണ്ടേന്ന് ചോദിക്കുക. അതിന് നീ ഈ പാതിരാത്രിക്ക് എന്ത് ചെയ്യാൻ പോയതാടാ? അമ്മേ പാതിരാത്രിന്നോ പകലൊന്നും ഇല്ല, ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യണം. അല്ല അതിനിപ്പോ എന്താ ചെയ്തേ? അതൊക്കെ ഉണ്ട്, അമ്മ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാം. എടാ എന്നാലും മോനെ ഇത്തവണയെങ്കിലും വല്ലതും നടക്കുവോന്നോ? അപ്പൊ രേഖയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിന് തക്കാലത്തേക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും. ഇനിയിപ്പോൾ ആ കുഞ്ഞും കൂടെ പോയിട്ട് വേണം എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരാനിട്ട്. അങ്ങനെ വന്ന് എൻ്റെ കള്ളത്തരം പൊളിയും, അതുകൊണ്ട് ഒരു കാരണവശാലും ഇല്ല. ഓരോരുത്തരുടെ കുഞ്ഞ് പതുക്കെ പതുക്കെ പോട്ടേമേ. ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞോണ്ട്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാധികാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ഇങ്ങോട്ട് വന്ന് ഇരിക്കാനൊക്കെ പറയണം.
അങ്ങനെ ഒരു വ്യക്തി വരുണിനെ അവിടെ പിടിച്ചു കിടത്തുവാണ്. രാധികമ്മയ്ക്ക് ആകെപ്പാടെ വല്ലത്തിരി പേടിയായിരുന്നു ആ സമയത്ത്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് ഗീതവും ഗോവിന്ദ എഴുന്നേറ്റു. രണ്ടുപേർ റെഡിയായി. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരണ സമയത്ത് അയ്യപ്പേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗീതുവിനൊരു വയറുവേദന, വയറെ പൊത്തി പിടിക്കുകയാണ്. എന്താ ഗീതു, എന്താ കാര്യം എന്ന് ഗോവിന്ദ ചോദിക്കണേ. ഒന്നുമില്ല കണ്ണേട്ടാ, വയറിനകത്തൊരു വേദന പോലെ. അന്നൊരു കാര്യം ചെയ്യ, നീ പോയി റെസ്റ്റ് എടുത്തോ. ഈ നേരമില്ല നേരത്തെ എഴുന്നേറ്റോണ്ടാ. ഇത്ര നേരത്തെ എഴുന്നേക്കണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നീ പോയി റെസ്റ്റ് എടുക്കാൻ പറയണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമുണ്ടല്ലോ നീയാണോ തീരുമാനിക്കുന്നത്? അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വന്നില്ലെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ പോയിട്ട് വരാമെന്നുണ്ടാണ്. വേണ്ട കണ്ണേട്ടാ, ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞ് ഗീതു നിർബന്ധം പിടിക്കുക. അവസാനം അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അയ്യപ്പേട്ടൻ ചോദിച്ചു, അല്ല എന്താ മോളെ, മോളുടെ മുഖത്തൊരു ക്ഷീണം, ഫുഡും മെഡിസിനും നേരം വേണം കഴിക്കണില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, ഉണ്ടല്ലോ അത് അയ്യപ്പേട്ടന് തോന്നുന്നതെന്ന് പറയാണ്. ഗോവിന്ദ് പറഞ്ഞു, കേട്ടില്ലേ, അയ്യപ്പേട്ടൻ വരെ പറഞ്ഞ് നിന്റെ മുഖത്ത് ക്ഷീണം ഉണ്ടെന്ന്. ഒരു കാര്യം ചെയ്യേ, നീ വരണ്ടാന്ന് പറയണം. ഞാൻ വരുമെന്ന് പറയാ. കേട്ടില്ല അയ്യപ്പേട്ടാ, അയ്യപ്പേട്ടന് വരെ തോന്നി ക്ഷീണമുണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവള് കേൾക്കാൻ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവളുടെ മുഖത്ത് ആകെപ്പാടെ നല്ല ക്ഷീണമുണ്ട്. അത് ഞാൻ നേരത്തെ എഴുന്നേറ്റോണ്ടാന്ന് പറയണം. നേരത്തെ എഴുന്നേറ്റോണ്ടൊന്നുമല്ല, എന്തോ ഒരു വയ്യായിക ഉള്ള പോലെ തോന്നുന്നുണ്ട്. നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഗോവിന്ദ് പറയണം. അവസാനം അയ്യപ്പേട്ടൻ പറഞ്ഞു, മോളുടെ ഒരു ആഗ്രഹമല്ലേ, അത് നടത്തി കൊടുക്കുക. വെറുതെ എന്തിനാ ഇനിയിപ്പം. അത് മാത്രമല്ല, ശ്രാദ്ധന് പോണ സമയത്ത് മാധവ് സാറിന് സന്തോഷവും മോളെയും കൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും എന്ന് പറയണം. പിന്നെ ഗോവിന്ദ് ഒന്നും നോക്കിയില്ല. എന്നാ ബാ നമുക്ക് ഇറങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും ഗോവിന്ദും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അയ്യപ്പേട്ടൻ ആ കാഴ്ച ഭയങ്കര സന്തോഷമായി. ആ മോള് വന്നതിന് ശേഷമാണ് ഗോവിന്ദന്റെ ജീവിതം ഇത്രമേലും മാറി മറിഞ്ഞ്. രാധികാമ്മയുടെ പകുതി കള്ളത്തരമെങ്കിലും ഗോവിന്ദന് മനസ്സിലായത് ഗീത ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഓർക്കുവാണിരുന്ന്. ഈ സമയത്ത് ഗീതവും ഗോവിന്ദും കൂടെ അവിടെ ചെന്നിറങ്ങി റിസോർട്ടിന് അവിടെ ചെന്നിറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുവാണ്. നടക്കുന്ന സമയത്ത് ഗീതനോട് ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ റിസോർട്ടിൻ്റെ അവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി ബലിയിട്ട് വരാമെന്ന് പറയണം. വേണ്ട വേണ്ട, അത് വേണ്ട, ഞാനിവിടെ വരാമെന്ന് പറയണം. ഇല്ലാതെ ശരിയാകത്തില്ല എന്ന് പറയണം. ആ സമയം രാധികാമ്മയെ വരണം കണ്ടിട്ടുണ്ടായിരുന്നു ഗീതവും ഗോവിന്ദും കൂടെ പോകുന്നേ. രണ്ടുപേരും കൂടെ ശ്രാദ്ധത്തിന് പോകുന്ന ഇത് കേട്ടതും വരും പറഞ്ഞു, നടക്കട്ടെ നടക്കട്ടെ അമ്മേ. അവസാനം കണ്ടു, ശ്രാദ്ധത്തിന് പോണ സമയത്ത് ഗോവിന്ദയുടെ ബലിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധവൻ നായർ വരും. ആ മാധവൻ നായർ വന്ന ആ സമയത്ത് തന്നെ ഗീതുവിൻ്റെ വയറ്റി വരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞും കൂടെ അങ്ങ് പോകും. ആ കുഞ്ഞിൻ്റെ ആത്മാവിനെയും കൊണ്ടായിരിക്കും മാധവൻ നായർ തിരിച്ചു പോണേന്ന് പറയണം. ഇത് കേട്ടപ്പം രാധിക ചോദിച്ചു, എടാ അതെങ്ങനെ സാധിക്കും, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുക. അമ്മ കണ്ടു, ഇപ്പൊ ഗീതുവിന്റെ കുഞ്ഞ് പുറകെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പറയാ. അമ്മ ധൈര്യമായിട്ടിരുന്നു, അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാ. ഇത് കേട്ടതും രാധയ്ക്ക് തോന്നി, ഇവനെന്തോ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വയറ്റി വളർന്ന കുഞ്ഞ് ഏത് നിമിഷം വേണേലും പോവാം എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുവാണ്. ഇതൊന്നും അറിയത്തില്ലാതെ ഗീതും ഗോന്നും കൂടെ കടപ്പുറത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിരുമേനിയെ. അപ്പൊ തിരുമേനിയോട് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേന്ന് ചോദിക്കുക. എല്ലാ കാര്യങ്ങളും ഓക്കെയാ, പക്ഷേങ്കിലേ എൻ്റെ അടുത്ത് ബലിയിടുന്ന കാര്യം പറഞ്ഞ് ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറയണം. മാധവൻ നായരുടെ പേരില് ഒരാളും കൂടെ, അതാരാ? പെട്ടെന്ന് ഗീത പറഞ്ഞു, ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു, അമ്മ ഇങ്ങോട്ട് വന്നു കാണുമായിരിക്കും, അമ്മയിലെ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് അമ്മയായിരിക്കും എന്ന് പറയണം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അതൊരു സ്ത്രീയല്ല പുരുഷനാന്ന് പറയണം. പുരുഷനോ? അതാരാ? ഗോവിന്ദനും ഗീതിനും ആകെപ്പെടെ ആകാംക്ഷയെ. ഇതേ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ ഇരിപ്പണെന്ന് പറയണം. ആ സമയത്ത് ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് ഒരു കല്ലുംകൂടത്തിനകത്ത് കയറി സത്യദാസ് ഇരിപ്പുണ്ടായിരുന്നു. ആരാന്ന് ഗീതുവിനും ഗോവിന്ദനും മനസ്സിലായില്ല. പെട്ടെന്ന് ഗീതുവിന്റെ കൈ പിടിച്ച് ഗോവിന്ദ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അങ്ങനെ അടുത്തെത്തിയിട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു, ആരാന്ന് ചോദിക്കണം. അയാളിങ്ങനെ പുറംതിരിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിക്കണം. ഞാൻ ഗോവിന്ദ്. അല്ല മാധവൻ നായരുടെ മകൻ ഗോവിന്ദാണെന്ന് ചോദിക്കണം. അതേന്ന് പറയണേ. എനിക്ക് സന്തോഷം എന്ന് പറയാം. അല്ല നിങ്ങളാരാ? ഞാൻ മാധവൻ നായരുടെ പഴയൊരു ഫ്രണ്ടാന്ന് പറയണം. ഫ്രണ്ടോ? എനിക്ക് അച്ഛൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ അറിയാലോ, പിന്നെ നിങ്ങളാരാ? നിങ്ങളുടെ മുഖം തിരിച്ചു കാണട്ടെ എന്ന് പറയണം. അപ്പം അയാൾ അങ്ങോട്ട് തിരിഞ്ഞു വരുവാണ്. തിരിഞ്ഞു വന്നിട്ട് ആ മുഖം കണ്ട് ഒരു പരിചയവും തോന്നിയില്ല ഗോവിന്ദന്. ഒരു കൂളിംഗ് ഗ്ലാസ് പോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സത്യദാസ് പറഞ്ഞു, എനിക്ക് മോനെ നോക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ കാഴ്ചശക്തി തീരെ കുറവാണ്. ഒത്തിരി അടുത്ത് വന്നാലോ കണ്ണിന് കാഴ്ചശക്തി തിരികെ കിട്ടുമെന്നല്ല, അടുത്ത് വന്നാലോ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഗീതു ഗോവിന്ദന്റെ കൈ പിടിച്ച് അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ സമയം അയാൾ ആ കല്ലുകൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഗോവിന്ദ എൻ്റെ അരിയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ വിശേഷങ്ങളൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.